ഇതില് സൗണ്ടിന്റെ കാര്യം ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് നോക്കിയപ്പം ജസ്റ്റ് ഓക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്ന് നോക്കാം. ഇനി കുറച്ച് പറയാനുണ്ടേ ഈ കുറച്ച് അധികം തന്നെ പറയാം. സൗണ്ട് കിട്ടും അവിടെ കൊണ്ടേ വന്ന സൗണ്ട് പോയാ സൗണ്ട് പോയില്ല. ക്ലിപ്പല്ല ക്ലിപ്പിന്റെ ക്ലിപ്പല്ല ഇത് ടേണപ്പിലാണ് എനിക്ക് കുറച്ച് എനിക്ക് വെയിറ്റ് അത് നന്നല്ല. എടാ ഇത് ഞാനേ സത്യം പറയാല്ലേ വെയിറ്റ് ആകെ ഇവിടെ കേടാ ഒരു സെക്കൻഡ് ഓ ഇത്ര കയറിപ്പോയി പോയനെ. ലീക്ക് അടിച്ചേനോ വല്ലോ തൊട്ടപ്പോഴും കേറി പോവും കുണ്ണ. എനിക്ക് നോക്കാമേ അവിടെ ഞാൻ കുറച്ച് പറയണ്ടേ. സംഭവം വെച്ചാലേ ഞാനേ മോട്ടറോള് തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ, സീനാവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ എഡിറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇത് പ്രോപ്പർ ലൈവിന് മാത്രമായിട്ട് ഉപയോഗിക്കാന്നാണ് വിചാരിച്ചിരിക്കണം. നോക്കണം അവിടെ CP അതുകൊണ്ട് കളിക്കാം, ഷാഡോ ഫൈറ്റ് കയറാം, പിന്നെ NBA കളിക്കാം, ഈ ഫുട്ബോളിന്റെ എടാ ഇവന്മാര് ഇത്രയ്ക്ക് ഇവന്മാര് സത്യം പറയാല്ല, ഇവന്മാര് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവന്മാര് ഞാൻ കാണിച്ചു തരാമേ എടാ ഞാൻ ഇത് അങ്ങനെ അല്ല, അതൊക്കെ മാറി എന്ന് വിചാരിച്ച് വന്ന് കളിച്ചാണ്. എന്റെ റൊണാൾഡോ, എന്റെ യങ് നെയ്മർ, എന്റെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഏതോ ഒരുത്തരൊക്കെ അടിച്ചാണ്, മറഡോണ, പിന്നെ ആര് എത്ര എല്ലാം പോയി. കാണിച്ചു തരാം എല്ലാം കാണിച്ചു തരാം. സൗണ്ട് ഉണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോ ഏത് ഫാഷൻ ആണ്? ഇത് കണ്ട ഞാനേ ഈ ഫുട്ബോൾ ഉണ്ടല്ല, ഈ ഫുട്ബോൾ മൊത്തത്തിൽ ഇത് റീസ്റ്റോർ, അതായത് സംഭവിച്ചാൽ 2025 കഴിഞ്ഞ് 2026 അപ്ഡേറ്റ് വന്നേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ 2020 കഴിഞ്ഞ് 21 അപ്ഡേറ്റ് വരുമല്ലേ, ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമില് ഫസ്റ്റ് ആ ഒരു വർഷത്തെ ഫുള്ളേ കാണും. ആ ഒരു വർഷം, പിന്നെ തൊട്ടടുത്ത വർഷം ഫുള്ള് അങ്ങ് പോവും, കിട്ടൂല. അടുത്ത വർഷം വീണ്ടും ഒന്നേന്ന് കളിച്ചു തുടങ്ങണം. അങ്ങനത്തെ ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ചാറ്റ്. ഒരു വലിയ എല്ലാണ്, നല്ല മറ്റേടത്തെ പരിപാടിയാണത്. ആ പരിപാടി ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ കളഞ്ഞിട്ട് പോയാണ് ഈ ഗെയിം. അങ്ങനെ കളിച്ചിട്ട് എന്തിനാണ്? ഇപ്പൊ FF കളിക്കാണ്, അല്ലെ BGMI കളിക്കാൻ എന്തിനാണ്? ഒരു വർഷം കഴിയുമ്പോൾ അക്കൗണ്ട്, അല്ലെ ഒരു മാസം കഴിയുമ്പോൾ അക്കൗണ്ട് പോകും. പിന്നെ ഒന്നിന്ന് കളിച്ചു തുടങ്ങാൻ അപ്പൊ നടക്കണ കേസാണ് അത്. ഒരിക്കലും അതാണ്. അപ്പൊ ഞാൻ പിന്നെ കളിക്കാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ ഞാൻ വിചാരിച്ച ആ പരിപാടിയൊക്കെ മറ്റേ നിർത്തി. കാരണം വെച്ചാൽ ഫുള്ള് മറ്റേ പണ്ടൊക്കെ ബ്ലാക്ക് ബോള്, മറ്റേ വൈറ്റ് ബോള്, എന്തിന് ഏതൊരു യെല്ലോ ബോളാ. കേക്കാല ചാറ്റ് ഓക്കെ. എടാ സംഭവം എന്ന് വെച്ചാ അങ്ങനത്തെ ഒരു ബോളിന്റെ ഫുള്ള് പരിപാടി ഇവര് മാറ്റി. എന്നിട്ട് ഇപ്പൊ കാണുന്ന പോലെ എന്തൊക്കെ പെട്ടിയാ സംഭവമൊക്കെ കാണിച്ചാണ് ഉണ്ടായിരുന്നത്. പണ്ടെന്ന് വെച്ചാൽ ബോൾ നേരെയായിട്ട് ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ അതിൽ നമ്മൾ ബ്ലാക്ക് അങ്ങനെ കിട്ടിയ 1 ലക്ക് ആ പരിപാടിയാണ്. അതായിരുന്നു ഗെയിം. അപ്പൊ അവന്മാർ അത് തന്നെ ഫുള്ള് അങ്ങ് എടുത്ത് മാറ്റി വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പരിപാടി കളഞ്ഞ് ഇനി ഒരു വർഷം അങ്ങനെയല്ല,
മൊത്തത്തിൽ അങ്ങനെയാണ് FF പോലെ അല്ലെ ബാക്കിയുള്ള ഗെയിം പോലെയൊക്കെയാണെന്ന് വിചാരിച്ച്. എന്നിട്ട് എന്തായി? കിട്ടി. എന്തെന്നാണെടാ വലിയ അല്ലടാ ചാറ്റ്, വലിയ അല്ലെന്ന് വെച്ചാൽ വലിയ അല്ല് ഫുള്ള് പോയി. റൊണാൾഡോ എന്റെ എത്ര ഡബിൾ ചെയ്തും ഞാൻ ഒരു പൈസ പോലും പൈസ കൊടുത്ത് കളിച്ചവന്മാരായിട്ടപ്പോ ഞാൻ ആലോചിക്കണ ഒമാരിൽ ഏറ്റവും വലിയ മണ്ടന്മാര് ഒമാർ അറിഞ്ഞോണ്ടും കൂടെ അല്ലേ കളിക്കണ. ഒമാർ അറിഞ്ഞോണ്ടല്ലേടാ ഇതിരുന്ന് കളിക്കണ പൈസ. ഇത് എന്താണെടാ അത് എടാ എന്താടാ ഈ ഫുട്ബോൾ ഇങ്ങനെ? എടാ കൊണാമിയുടെ പരിപാടി എന്താ? എന്ത് എടാ ഇത് സീരിയസ്ലി പറയണ ഭയങ്കര മോശം ചാറ്റ്. സീരിയസ്ലി ഞാൻ പറയാടാ എല്ലെന്ന് വെച്ചാൽ ഭയങ്കര എല്ല്. എന്ത് പറയട്ടെന്നാണ് നിന്നെ എന്ത് കളിക്കാൻ തോന്നല്ല സത്യം പറഞ്ഞ. എടാ ഇനി കാർഡിന് വേണ്ടിയിട്ടാ അല്ലെ ഇവന്റ് ഒന്നും അല്ല കേട്ടാ, ചുമ്മാ അങ്ങനെ തോന്നുമ്പോ കയറി കളിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ ഉള്ളു. അല്ലാതെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി എന്റെ റൊണാൾഡോനെ എടുത്ത ലൈവ് നിങ്ങൾ കണ്ടു കാണണം. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാം. 2 മണിക്കൂർ അതിന് വേണ്ടി ഇരുന്ന് കളിച്ച് കഷ്ടപ്പെട്ടെടുത്താണ് ബൂസ്റ്റർ കാർഡ് എല്ലാം തുടച്ചങ്ങ് നീക്കി. എവിടെ പോയി ഒരു ഓഞ്ഞ കുണ്ണ മെസ്സീനെ എനിക്ക് തന്നു. എന്തിനാണ് എനിക്ക് എന്തിനാണ് എന്റെ നെയ്മർ സാന്റോസ് പോയി. മറഡോണ അടുത്തിന് 2027 അപ്ഡേറ്റ് വരുമ്പോ നമ്മളെ ഈ ഒരു 2026 അധ്വാനം മൊത്തം അങ്ങ് പോവും. അതാണ് കൊനാമിയുടെ ഈ ഫുട്ബോളിന്റെ സ്പെഷ്യല്. അവന്മാര് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഇല്ലേ, അവർക്ക് തരാൻ കാർഡ് വേണ്ടേ? ഒരാളെ തന്നെ എത്ര കാർഡ് തരും? അതാണ് ടച്ചി മക്കൾ മയിലുകള്. ചുമ്മാട്ടാ ഇതിനി ഈ ഗെയിമിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇടയ്ക്കാണ് കയറി കളിക്കാം, അത്രേ ഉള്ളു. ഒന്നും ഇല്ല ഇനി ഇതിനെ പറ്റി ആണ്, അത്രേ ഉള്ളു. ഉണ്ണേണെന്നാണ് എന്താടാ നീയൊക്കെ ഹൊഡ്രൂസാ. ഓ ഇന്ത്യയാണ്ട്രാ, ഞാൻ ഇന്ത്യക്കാരനാണ്ട്രാ. ഇന്ത്യൻ പൗരൻ കൂട്ടട ലാമിൻ യമാലും ഉണ്ടായിരുന്നു, അവനും പോയി. അവൻ പിന്നെ ഓൺലൈൻ ഇല്ലാത്ത ഒരു പോലെ അല്ലേ, അവന് ചെയ്യാൻ കളിക്കൂല. ഗ്രാഫിക്സ് ഒക്കെ എല്ലാം സെറ്റ് ആകട്ടെ. എടാ ഞാൻ കമന്റ് ഡൗൺലോഡ് ചെയ്താ? ഇല്ല ഒന്നും ചെയ്യില്ലേ, കണ്ടല്ലേ ഒന്നും ചെയ്യില്ല. ഡൗൺലോഡ് ഇന്നലെ ഡൗൺലോഡ് കിട്ടുള്ളൂ. അപ്പൊ ഓക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഇതാക്കാം. ഓക്കെ അങ്ങനെയാണ് ചിന്തിച്ചു. ഓക്കെ ഡൗൺലോഡ് ചെയ്യാം 500. അല്ല വൈഫൈ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറിക്കോളൂ. പെട്ടെന്ന് കയറി. എന്റെ ഞാൻ ഉണ്ണതിനാണ് സീരിയസ്ലി പറയാല്ല. ഇത് പറയട്ടെന്നാണ് അവനേക്ക വണ്ടിയില്ലാത്തമാര് ടച്ചുകൾ. അത് വരണമില്ലടാ, ആടേ ഇതൊക്കെ ഇതിന് ശേഷം ഇനി മറ്റേ ഇതിന്റെ അകത്ത് കൺട്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് സെറ്റാക്കാൻ ഉണ്ടല്ലോ, കുറെ ഉണ്ട് ചെയ്യാൻ കുറെ ഉണ്ട് ഇതിന്റെ അകത്ത്. എന്നാ പിന്നെ കുറച്ച് വേറെ ഗെയിം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലായിടത്തും നോക്കാം. മിനി മിൽറ്റ് കളിച്ചാൽ എനിക്കിത് കളിക്കണ്ട, എനിക്ക് കളിക്കാൻ വയ്യ. ഇത് 158 MB ഇതോടെ പിഴയണാടേ. മൊബൈൽ നെറ്റ്വർക്ക് കയറണവരൊക്കെ സത്യം പറഞ്ഞ ആ പരിപാടിമാര് നിർത്തിയെന്ന് വിചാരിച്ചാണ്ടാ ഞാൻ കളിച്ചത്. നിർത്തിയെന്ന് വിചാരിച്ച എന്റെ 5-8 മാസത്തെ അധ്വാനം ഉണ്ടാ. അത് അന്നൊക്കെ ഞാൻ ബിഗിനിങ് ഒന്നും ഇല്ലാതെ തുടങ്ങിയാണ്. കുണ്ണാൾട്രാ സീരിയസ്ലി വെറും ഇതടാ, വെറും ഒരു പരിപാടി പോയി. ടേംസും പോളിസി ഇതിനാണ് അടുത്ത വർഷം എല്ലായിടത്തും കളയാനല്ലേ. ടേംസും പോളിസി ഇതിനേക്കാളും നല്ലത് പണ്ടത്തെ ആണ്ട്രാ.
അതാകുമ്പോ ബ്ലാക്ക് ബോൾ നിരങ്ങണെങ്കിലും കണ്ടോണ്ടിരിക്കും. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഇനിയിപ്പോ എന്തിനാണ് കൊണ്ടുവന്നിട്ട്? എന്റെ എല്ലാം പോയേ, എല്ലാം പോയേ. എന്തോന്നാണ് ഇതൊക്കെ? കളിക്കാനുള്ള ഒരു ഇത് തന്നെ അങ്ങ് പോയി. കഥ പറഞ്ഞുകൊണ്ടിരിക്കുക നിന്റെ ചോദ്യത്തിന്. എന്റെ അക്കൗണ്ടാണ് അവര്. അത് എനിക്ക് പിന്നെ ഒരു എല്ലാം തരാം. ഇതിന്റെ അകത്ത് വലിയൊരു എല്ലാം തരുന്ന ഈ ഗെയിമിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ അകത്ത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. പറ്റൂല എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഇതിന്റെ അകത്ത് അക്കൗണ്ട് അവിടെ നിന്ന് വേറെ. ഇപ്പം ഈ ഫോണിൽ ഇപ്പം മോട്ടോറോളയിൽ അക്കൗണ്ട് ആക്കണം. ഇത് വിവോയിലോട്ട്, എൻ്റെ വിവോയിലോട്ട് ഇപ്പോൾ ഉള്ള വിവോയിലോട്ട് ആക്കണമെങ്കിൽ ഞാൻ ആദ്യം നോക്കിയാണ്. എന്നുവെച്ചാൽ മോട്ടോറോളയിൽ ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആദ്യം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്ത് പോടാ കുണ്ണേന്നാണ് എൻ്റെ അടുത്ത് കൊനാമി പറഞ്ഞ. പറ്റൂലടാ, സീരിയസിൽ പറ്റൂല. അങ്ങനത്തെ ഇതാണ്, പറ്റൂലടാ. അത് ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര വെച്ചാൽ ഭയങ്കര ഇതായിപ്പോയി. ഇതെന്തായിരുന്നാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. പിന്നെ അതും പോരാത്തിന് അക്കൗണ്ട് മൊത്തത്തിൽ ഫുള്ളും ഒരു പുതിയ നൂബിയായിട്ട് നമ്മളാക്കി. നമ്മളെ പുതിയ എല്ലാം കളഞ്ഞു. മനസ്സിലായില്ലേ? എല്ലാം കളഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്നാണ്. എടാ ഇവന്മാര് നിനക്കൊക്കെ ചോദിച്ചൂടാ അവന്റെ അടുത്ത് പോയിട്ട്. എടാ എനിക്ക് മാത്രമാണ്, എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പം പൊന്നെ അത് മാറിയെന്ന് വിചാരിച്ചൊന്ന് കളിച്ച എനിക്ക് നന്നായിട്ട് തന്നടാ, നല്ലത് തന്നെ തന്നു. ഇനി ഞാൻ കളിക്കൂടാ. ഇനി ആരെ കൊണ്ടുവന്നാലും ഞാൻ കളിക്കൂല. എനിക്ക് തോന്നുമ്പോൾ വേണ്ട 2 മാച്ച് കളിക്കും. എടാ ഒരു മിഷനും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആരെയും വേണ്ട. ഞാൻ വല്ലാത്ത ഇവര് കയറുമ്പോ തരില്ല 50ഉം 10ഉം ഒക്കെ ഉള്ള ഒരുത്തന്മാർ തരുമല്ലേ. കാലും അനങ്ങൂല, ഒന്നും അനങ്ങാത്ത അവന്മാരെ വെച്ചാലും ഞാൻ ഓടി കളിച്ചോളാം. എനിക്ക് അത് മതി. എന്തിനാണ് എടുത്തിട്ട്? എനിക്ക് വേണ്ട, ഒരു ഗുണനും വേണ്ട. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ടേ ഇവനെയൊന്നും. റൊണാൾഡോ വന്നാൽ പോലും ഞാൻ കളിക്കണില്ല. അതിന് ഞാൻ റീസ്റ്റോർഡ് എന്നാണ് കാണിച്ച. മൊത്തം മനസ്സിലായില്ലേ? മൊത്തം പോയി. നമ്മൾ വല്ലതും ചെയ്താക്കിയാണെങ്കിൽ ഓക്കെ. അവന്മാര് തന്നെ ഗെയിം തന്നെ അങ്ങനെയാണ്. ആടാ അതിനൊക്കെ അടി മക്കള് ഇതും ഇല്ലടാ. എന്റെ പേരെടുത്തിട്ടത്, എന്റെ പേര് ആരാ എടുത്തോണ്ട് പോണ? സൗണ്ട കൊണ്ടല്ല ചാറ്റ. ഇനി അതിന്റെ പിന്നാലെ അത് ഞാൻ നോക്കില്ല. നോക്കില്ല. സൗണ്ട് ഇപ്പൊ സൗണ്ട് ചെക്ക് ചെയ്യാൻ പോയാണ് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാൻ പോയാണേ. സൗണ്ട് ചെക്ക് ചെയ്യണം. എനിക്ക് പേടിയാണ് കേട്ടോ, സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ്. സൗണ്ടിന്റെ കാര്യമാണ് എനിക്ക് ഒരു പ്രശ്നം. പിന്നെ വൈഫൈ ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര എല്ലായിരുന്നു. മൊത്തത്തിൽ എല്ലാം എല്ലിന്ന് ഡബ്ല്യൂയിലോട്ടുള്ള ഇതാണ്, ജേണിയാണ്. എടാ ഇതിൽ എന്താടാ എല്ലാം അപ്ഡേറ്റ്, ലൈവ് അപ്ഡേറ്റ്, സ്റ്റേഡിയം അപ്ഡേറ്റ്, പിന്നെ നിന്റെ തന്തേരെ കുണ്ണ അപ്ഡേറ്റ്. ഇനി അതിലൊന്നും ഇങ്ങനെ അപ്ഡേറ്റ് യാത്ര 1 GB ആടാ. 1 GB നിന്റെ എന്താണ് ഇതൊക്കെ? ഒന്നും പറയാൻ പോലും പറ്റണില്ല. പറയാൻ തോന്നണില്ല. എന്തിനു പറഞ്ഞിട്ട് ഞാൻ ആരെ പറയാൻ? എടാ പിന്നെ ഒരു കാര്യം എടാ എനിക്ക് കാണിക്കാൻ കാണിക്കാൻ പറ്റി. ഇത് ക്ലിപ്പല്ലല്ലോ, ക്ലിപ്പല്ലാത്തോണ്ട്. എടാ ഇത് കഴിയിട്ട് കാണിച്ചു തരാം. എടാ ആ കാര്യം ഞാൻ കാണിക്കാം. ഇത് കഴിഞ്ഞോട്ട്. സ്ഥിരണ്ടി ഉണ്ടച്ചവന് മെസ്സിനെ കൊണ്ട് അറബിക്ക് കൊടുക്കും. എൻ്റെ ലെവന് അറബി ഉണ്ടല്ലോ അവൻ, അറബി അവന് കൊണ്ട് കൊടുക്കും മെസ്സിനെ. നമുക്ക് വേണ്ട, നമുക്ക് റൊണാൾഡോ ഫാനാണ്. അല്ലെ നെയ്മർ വെച്ച് കളിച്ചോണം. ഒരു മെസ്സിയുടെ കോലും താങ്ങി നടക്കണമാരാണ് അതിന്റെ ഒറയട്ടെ. മെസ്സിയുടെ കാലിന്റെ ഇടയിൽ നോക്കി കിടക്കണമാരാണ് കോനാമി. എന്താടേ റൊണാൾഡോ ആയിട്ട് ഒരു കൊളാബെങ്കിലും ചെയ്യടാ. മെസ്സി ഇത് മെസ്സിയാടാ ഗെയിം ഉണ്ടാക്കിയ. ഇതാണെന്നാണ് മെസ്സിയെ ഉള്ളു ഇതിൻ്റെ അകത്ത് എപ്പോഴും. മെസ്സി അറബിക്ക് കൊണ്ടുവിടും. അറബി അവൻ ഇരുന്ന് കളിക്കും മെസ്സിനെ വെച്ചുകൊണ്ട്. മെസ്സി ഫാനാണ്, മനസ്സിലായില്ലേ? അവന് കൊണ്ടുവിടും. നമ്മക്കൊന്നും വേണ്ട. ഒന്നാമതേ അക്കൗണ്ട് പോയി.
എന്നെ കൂടെ നീയും കൂടെ വരല്ലേ. ആഫ്രിക്കയിൽ ആരിക്കണം നിന്റെ അച്ഛനെ. ആഫ്രിക്കയിലാണ് തന്നേരം കുന്നായിരിക്കും. പോർച്ചുഗൽ ആ പോർച്ചുഗൽ പോർച്ചുഗൽ അത് കറക്റ്റ്. എന്താണ് മെസ്സിനെ കൊണ്ടിങ്ങനെ ഇട്ടേക്കുന്നത് എന്റെ മുന്നിൽ? ആരാണ്? എനിക്ക് ഒന്നും കാണണം, എനിക്ക് ഒന്നും കാണണ്ട. എന്തിനാണ് ഞാൻ കണ്ടിട്ട് സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എന്താ തന്നേരെ കുണ്ണ അടിക്കണം. സ്റ്റെപ്പ് 4 എന്താ നമ്മുടെ തന്നേരെ കുണ്ണ പറിച്ചെടുക്കണം. അതാണ് സ്റ്റെപ്പ് 2. ഇതാണ് 2 പറയാൻ കോണ്ടുമ്പിച്ചേക്കണം. എന്റെ ഫുഡ് കാണിച്ചു തരാം. ഇതൊക്കെ ഇനി എങ്ങനെ ആയ എന്താണ്? ഇതൊക്കെ എന്തിനാണ് ഗെയിം പ്ലാൻ? ഇതണ്ട, ഇതാണ് എങ്ങനെ ഇരുന്ന അക്കൗണ്ടാണ്. എങ്ങനെ ഇരുന്ന അക്കൗണ്ടാണ്. 3200 3800 എത്രയാണ്? 3200 3200 സംതിങ് കൊണ്ട് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. ഡബിൾ ബൂസ്റ്റർ എല്ലാം ജാഗ പോകാം. ഇനി സമാധാനം ഉണ്ടല്ലോ. ഇതിനെ കളിച്ചാലും ഒരു പോലെ ഉണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഇതിങ്ങനെ കൊണ്ടുവന്നില്ല. കൊണ്ട് വന്നേക്കാണ്. ഇതല്ല അല്ല പാന്ത്രല്ലോ സാരിയസ് ആരാ മാറിക്കടാ. ഇതൊരു വെൽക്കം സ്റ്റേഡിയം. എന്തിനാണ് സ്റ്റേഡിയം? സത്യമായ സ്റ്റേഡിയത്തിന് എന്തിനാ കൊണ്ടുവന്നു കേട്ട് അതൊക്കെ ഇതൊന്ന് പോയാ ഒന്ന് ഇതേണ്ട. സ്റ്റേഡിയം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. എന്തിനാ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ. ഇത് കൊള്ളാം കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞ ഈ ഗെയിം കളിക്കാനേ തോന്നുന്നില്ല എനിക്ക്. നിങ്ങളിത് കാണിക്കണം, മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം ഇന്ന് ഡൗൺലോഡ് ചെയ്തത്. ഞാൻ എടുത്ത് കളഞ്ഞത് ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ റീസ്റ്റോർഡ്, എല്ലാ റീസ്റ്റോർഡ് പോയി ഊമ്പാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പോടാ അവരാതി മോനെന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞ ഗെയിം. നീ എന്തിനാണ് കളിച്ചിട്ട്? എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കളിക്കണം എന്തിനാ ഗെയിം. പിന്നെ വേറെ പണി കളിച്ചോണ്ടിരിക്കും. ആരാണ് നീ എനിക്ക് തരാൻ പോണ? മെസ്സി എന്റെ എടാ സ്ഥിരം കാണാൻ ക്യാനമ്പത്തന്റെ മുണ്ടച്ച. ഇതെങ്ങനെ സൂം ഇങ്ങനെ നോക്കാല്ലേ? കാണാൻ പറ്റില്ല. എന്തേര് ലൈലാൻഡ് സുല സുസാല ലൈലാൻഡ് സുല ലൈസൻസ് എന്തോന്ന് ലൈസൻസാ തെരി ലല്ലാൻ സുലാല ലല്ലാൻ സുലാൽസ ഏതാ? രാഹുൽ ബേക്ക്. രാഹുൽ ബേക്കാ. ഓക്കെ, രാഹുൽ ബേക്ക് ലല്ലാ സുൽസ്ല. ഇനി അടുത്ത കാര്യം ലിസ്റ്റൻ കൊലാക്കോ ലല്ലാ സുൽസ്ല ലിസ്റ്റൻ കൊലാക്കോ. കാര്യം മെഹ്താബ് സിംഗ് ബല്ലേലക്ക. ഇവിടെ ഇതുണ്ടായി. സിയാളുണ്ടായിരുന്നു. ഇല്ലായിരുന്നു നോക്കാം സിയാള്. ഇനി അവൻ മാത്രമല്ലേ ഉള്ളു സിയാള്. എന്തിനാ അവിടെ പോയി നോക്കണത്? ആരാണ് എന്റെ മുന്നേ? റഹീം അലി. മുഹമ്മദ് അലി എന്ന് കേട്ടിട്ടുണ്ട്. റഹീം അലി ആരാണ്? നമ്മുടെ പയ്യൻ സുനിൽ എന്തിനാണ് ഏറ്റവും ഉപയോഗമില്ല. സ്പിൻ ചെയ്യാം. ഓക്കെ, സ്പിൻ ചെയ്യാം. എന്തായാലും ചുമ്മാ സ്പിൻ ചെയ്യാം. എന്തിനാ ചുമ്മാ സ്പിൻ ചെയ്ത് വെച്ചേക്കാം? എന്തിനാണ്? ഒരു ഉപയോഗമില്ല. ഗെയിം തന്നെ പോയി. അനിമേഷൻ ഒക്കെ മാറിയത് കേട്ടു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യയുടെ ഇത് കണ്ടപ്പോ ഞാൻ കിട്ടുന്ന വാർത്ത. കൊക്കക്കോള ഇത് മറ്റോ ലിസ്റ്റൻ കൊലാക്കോ. എനിക്ക് ലിസ്റ്റൻ കൊലാക്കോനെ കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റൻ കൊലാക്കോ ഇവിടെ തീ പാറും. മനസ്സിലായില്ലേ? ഇനി തീ പാറും. ഇനിമയൊക്കെ ഉണ്ണയും പൊക്കി ഓടും. ഇതൊക്കെ എന്താണെന്തോ. അടുത്ത് ക്ലെയിം ചെയ്യണോ? ക്ലെയിം ചെയ്യണോ? ചാറ്റ്
10 players for free. ഓക്കെ, ആരാ നോക്കട്ട്. ആ ആ ഞാനായിട്ട് ഒരു വർഷത്തേക്ക് തരുവും ചെയ്യും. എന്നിട്ട് അതിൽ തന്നെ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. എന്തോന്നാണ് എടാ, ഇത് എന്ത് ഗെയിമാണ്. എടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നാടാ ഇത്രയും നാൾ കിടന്ന് കളിച്ച നിനക്കൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നാടാ. എനിക്കൊന്നും കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട, നിന്റെ അനിമേഷൻ എനിക്ക് കാണണ്ട. നീ പൊയ്ക്കോ മുത്തേ, നമുക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. തന്നേരം സ്റ്റെപ്പ് 3 കൊണ്ട് വന്നേക്കണം. ഇതിന്റെ ഇടിക്ക് ഞാൻ ഈ ഗെയിം ഞാൻ കസ്റ്റമൻസ് എലമെന്റ്സ് ഇത് നമ്മുടെ സ്റ്റേഡിയത്ത് വെക്കണ സാധനത്തിനേക്ക് നമുക്ക് വയ്ക്കാനാണ്ട് ഇവിടെ. ഇത് സത്യം പറയാൻ എനിക്ക് ഇതൊന്നും വലിയ ഇപ്പൊ കാണുമ്പോ ഒന്നും തോന്നില്ല. അക്കൗണ്ട് ഒന്നും പോവാത്ത പരിപാടിയൊക്കെ ആയിരുന്നു. ഓന്റെ പൊന്നെ വമ്പ സാധനം കേട്ടാ. എന്ത് തോന്നി, എന്തിനാണ് ഇതിപ്പോ ആരെ കൊണ്ടുവന്നാലും ഞാൻ കളിക്കാൻ പോകുന്നത്. 1800 മെസ്സി. എന്റെ മാനേജർ, ഡബിൾ ബൂസ്റ്റർ മാനേജർ യോഹാൻ ക്രൈഫ്. എത്ര കഷ്ടപ്പെട്ടാണ് യോഹാൻ ക്രൈഫിന്റെ അടുത്ത് എനിക്ക് അറിയാമോ. കോണാമി ഗൂഗിൾ പേ എന്ത് ഗെയിം പ്ലാൻ, ഗൂഗിൾ പേ വർക്ക്ഔട്ട് എന്തൊരു വർക്ക് ഓൺ യുവർ ഗെയിം പ്ലാൻ. വർക്ക്ഔട്ട് പ്ലാൻ അന്നേരം വർക്ക്ഔട്ട് പ്ലാൻ ഷപ്പെടുക്കണോടാ കൊണ്ട ഇനി അതിൻ്റെ അകത്ത് മിഷൻസ് അവൻ്റെ കാലിൻ്റെ രണ്ടി. ഡെയിലി ഗെയിമിൽ ബെക്കാമിനെ മാറ്റിയാൽ മതി. ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെക്കാം ഉണ്ടെങ്കിൽ പോലും ഞാൻ ബെക്കാമിൻ്റെ എടുക്കാൻ അന്ന് കളിച്ചത്. ഇതിനേക്കാളും അത് ഈ ഒരു അപ്ഡേറ്റ് വേണ്ട, ഇത്രയും വേണ്ടിട്ട്. എന്താണടാ, എന്തിനാണ് നീ ഇത്രയും ഓവർ അനിമേഷൻ? അക്കൗണ്ട് പോയടാ മുത്തേ, നീ എന്തിനാണ് സീരിയസ്ലി പറയുവാണെങ്കിൽ മുടി. എടാ എന്നെ പഠിപ്പിക്കല്ലേ, ഞാൻ ഇത് ഒരു വർഷം ഇരുന്ന് കളിച്ചാണ്. അപ്പൊ എനിക്ക് ട്രെയിനിങ് തരണം, ന്യൂബിയിൽ തരണ പോലെ. ട്രെയിനിങ് തരണമായി. എന്താണ് നമ്മൾ ഇതല്ലേ കാണാൻ വന്ന പോലെ വീണ്ടും കയറണം. ആരാണുള്ളത്? ഡബിൾ ബൂസ്റ്റർ കാർഡൊക്കെ ഉണ്ട്. ഫ്രാങ്ക് റിച്ച് പയ്യനാണ്. എവിടത്തെ കളിക്കണില്ല, മനസ്സിലായില്ലേ? ഡെയിലി ഗെയിം പോലും ഞാൻ പണ്ട് ഗെയിം കളിക്കാൻ മടിയായിട്ടിരുന്ന ഞാൻ CPM-ന് വേണ്ടി ഇരുന്ന പോലെ ഞാൻ വന്ന് ഇതിന് ഡെയിലി ഗെയിം ഒരു പെനാൽറ്റി അടിച്ചിട്ട് പോവായിരുന്നു. ഇതിനാണ് എനിക്കറിഞ്ഞൂടാ എന്ത് ഗെയിമാണെന്നാണ് അതിന്റെ അന്നേരം വലിയെടുത്ത് വെച്ച ഗെയിമൊന്നും പറഞ്ഞു ഉണ്ടച്ചി. ഇതെനിക്ക് സീരിയസ്ലി ഇതിൽ സത്യം പറഞ്ഞ സ്റ്റേഡിയം ഡേറ്റ് ഡൗൺലോഡ് ചെയ്യണോ? സ്റ്റേഡിയം ഡേറ്റ് കളിക്കൂലേ, നമുക്ക് അത്രയും സ്ഥലമെങ്കിലും ഇതാക്കാം, മനസ്സിലായില്ലേ? അത്രയും സ്ഥലമെങ്കിലും നമുക്ക് ഇരിക്കാം, അതാണ് നല്ലത്. ഷോപ്പിന്റെ കുണ്ണ സ്റ്റെപ്പ് എന്തിനാടാ? നീ ഏത് സ്റ്റെപ്പടാ? എടാ എന്താണിത്? എനിക്ക് മനസ്സിലായി, എനിക്ക് സൗകര്യം. ഓക്കെ, കഴിഞ്ഞില്ല. ഞാൻ അക്കാഡമി എന്തോ സ്കില്ലപ്പ ട്രെയിനിങ് അല്ലേ? ടച്ച് മോനെ ട്രെയിനിങ്. നീ എനിക്കടാ ഈ ട്രെയിനിങ് കോയിന് വേണ്ടിയിട്ട് 10 കാർഡ് 11 കാർഡ് വരൂല്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഏതാ ഒരാൾ എടുക്കാൻ വേണ്ടി കോയിന് വേണ്ടിയിട്ട് ഞാൻ ഇതിരുന്ന് കളിച്ചിട്ടുണ്ട് ഒരു ദിവസം. ഇതിന്റെ മറ്റേ ട്രെയിനിങ് ഒരു 10 സ്കില്ലപ്പ് എന്ന സാധനമുണ്ട്, അതിന്റെ അവസാനം നമ്മൾ മാച്ച് ചെയ്താൽ 100 കോയിനാണ് കിട്ടും. അതിന് വേണ്ടി ഇരുന്ന് കളിച്ചിട്ടുണ്ട്. ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഗെയിമോട് എനിക്ക് മതിയായടാ. എനിക്ക് തന്നു അല്ല ഇതൊക്കെ. ഇവരെയൊക്കെ ആരെ എനിക്ക് കിട്ടിയിട്ട് ഒന്നുമില്ല. നീയൊക്കെ എനിക്ക് തരാനുള്ള എന്റെ മാക്സ് തോന്നുന്നു. ഞാൻ മാച്ച് ഒന്നും കളിക്കാനല്ല, ജസ്റ്റ് ഒന്ന് മാച്ച് കളിക്കും. മാച്ച് ഒന്നും ഇല്ല ചേട്ടാ, മാച്ച് ഒന്നും വേണ്ട. ഇത് ഓമാർക്ക് സ്റ്റെപ്പ് എന്നെ കൊണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിച്ചാലേ മരുന്ന് ഇതാക്കൂ. ഞാൻ പോണ്ടാച്ചാരെ
എനിക്ക് സോറി എടാ ഓ അത് കാണിച്ചു തരാം, ഒരു കാര്യം കാണിച്ചു തരാമേ. അത് ഡബ്ല്യു ആണ്, ഞാൻ കാണിച്ചു തരാമേ. സൗണ്ട് എടുക്കട്ടെ. ഷീൽഡ് മോഡ് വന്നാൽ പോരെ. എടാ ഷീൽഡ് മോഡ് കാണിച്ചേ. പ്രൈവറ്റ് ഓക്കെ. ഗാലറിയിൽ നമ്മുടെ ഗാലറിയിലേ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജിമെയിലോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാണിച്ചു തരാൻ പറ്റില്ല. നമുക്ക് സത്യം ഗാലറി നെറ്റ് ഓൺ ആക്കിയാൽ കയറാൻ പറ്റില്ല. അത് അങ്ങനെയൊക്കെ എന്താണെന്നാണ് നമുക്ക് ഓരോ സമയത്ത് ഓരോന്ന് വന്ന്. ഓക്കെ ഒന്നും പോയില്ലല്ലോ, ഒന്നും പോയില്ല. ഓക്കെ ഓക്കെ കാണിച്ചു തരാം. വേണ്ട നോക്കിട്ട് പറയാം. ഇത് ഞാൻ അന്ന് വന്നില്ലേ, വന്നു. ഇത് ഞാൻ അന്ന് മാഡ് ഔട്ട് എൻ്റെ അക്കൗണ്ട് പോയ സമയത്ത് അവന്മാരുടെ അടുത്ത് അയച്ചാണ്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഇൻസ്റ്റ അയച്ചപ്പോൾ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയത്. ഞാൻ അതേപോലെ തന്നെ ഈ ജിമെയിലും പോയി അയച്ചായിരുന്നു. പക്ഷെ ആ ജിമെയിൽ എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പക്ഷെ ഞാൻ റിപ്ലൈ തന്നു. ഇതാണ് ഞാൻ അവർക്ക് അയച്ച മെസ്സേജ്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പോകുന്നില്ല. ഇല്ല പോകില്ല. ഇതാണ് അവർക്ക് തിരിച്ച് റിപ്ലൈ തന്നത്. വെച്ചാൽ അവന്മാർ ഡബ്ല്യൂ ജിമെയിലിൽ കൂടെ റിപ്ലൈ തന്നു. ഓക്കെ ഞാൻ ലൈവിൽ കാണിക്കാൻ കുറെ ആളായി, ഞാൻ വിട്ടുപോയ കാര്യം. ഹലോ, ഐ ആം സോറി ടു ഹിയർ. ഗ്ലിപ്പിലും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു. ഗ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ലൈവ് തുടക്കത്തിലാണ് കാണിക്കാൻ പറ്റും, അല്ലാതെ ഇടയ്ക്ക് മാറി ഷീൽഡ് മോഡ് ഇല്ല അതിൻ്റെ അകത്ത്. ഹലോ, ഐ ആം സോറി ടു ഹിയർ ദാറ്റ് യു ഹാവ് ഫേസ്ഡ് ഡിഫിക്കൽട്ടീസ് വൈൽ പ്ലേയിങ് ദ ഗെയിം. ടു റീസ്റ്റോർ യുവർ പ്രോഗ്രസ് പ്ലീസ് ലോഗ് ഇൻ ടു യുവർ ഫേസ്ബുക്ക്, Google or Apple account that you have used previously while playing the game. You can do it by clicking the profile icon in the game and choosing the needed option. Hope the information will be useful. All the best, mad out game support team. Okay, W ബ്രോ അവൻ എന്തെങ്കിലും ഒരു റിപ്ലൈ എനിക്ക് തന്നു. ഓക്കെ താങ്ക് യു എടാ. ഞാൻ എടുത്തു കേട്ടാ. നീ എനിക്ക് റിപ്ലൈ പറഞ്ഞ ആഗസ്റ്റ് 4 അയച്ചത്. അതിന് മുന്നെയാണ് എന്തായാലും ഞാൻ എടുത്തിട്ടൊക്കെയാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. ഓക്കെ താങ്ക് യു ബ്രോ. എന്തായാലും ഞാൻ നീ കേൾക്കുവാണെ മാഡ് ഔട്ട് നീ എനിക്ക് റിപ്ലൈ തന്നതിന് ഒക്കെ സന്തോഷം. അങ്ങോട്ട് പോയിരുന്നു. പിന്നെ ഞാൻ റിപ്ലൈ ആണെങ്കിൽ എനിക്ക് ഓക്കെ ഡബ്ല്യൂ താങ്ക് യു ബ്രോ, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ല. എടാ CPM ഡേ ചാറ്റ് അന്ന് അത്രയും ഡബ്ല്യൂ എന്റെ അത്രയ്ക്ക് ഡബ്ല്യൂ ഡേ ആയിട്ട് പോലും മൈക്ക് പ്രശ്നം കാരണമാണ് ആ സ്ട്രീം അത്രയ്ക്ക് ഗുഡായിട്ട് പോവാതിരുന്നത്. CPM കാണിച്ച് തരാൻ മുറ്റ അടുത്ത സംഭവം ലോഡിങ്. CPM നോക്കിയോടാ. അറബിയൊക്കെ സത്യം പറയില്ല. അറബി വന്നിട്ട് അറബീനെ കേട്ടിയ ഒരു സീനുണ്ട്. അറബീനെ കേട്ടണമെങ്കിൽ ഞാൻ ഗ്ലിപ്പി സ്ട്രീം ചെയ്യണം. ഗ്ലിപ്പി സ്ട്രീം ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഗ്ലിപ്പിൽ തുടങ്ങിയാണ് നമ്മളെ പ്രശ്നങ്ങൾ, ഗ്ലിപ്പിൽ ഡിസ്കോഡിലുമായിട്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഗ്ലിപ്പിൽ പോകില്ല. ടേൺ ഇപ്പൊ ആഡിയോ റൂം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കുണ്ണ റൂം എന്നാണ്. അത് കേട്ടാ എനിക്ക് പറ്റിയില്ല. ഞാൻ കള്ളം പറഞ്ഞല്ല കാണിച്ചു തരാം. ടേൺ ഇപ്പൊ വേണ്ട റെഡ് ഫോക്സ് OPR അവനെ ഫ്രണ്ട് വരെ ആക്കി വെച്ച് എല്ലാം ചെയ്തതാണ്. അവസാനമായപ്പോ എന്താണ്, എനിക്ക് ഈ ആഡിയോ റൂം എല്ലാം കണക്ട് ചെയ്ത് പറ്റണില്ല. ഡിസ്കോഡ് ചെയ്തതാണെങ്കിൽ ഇതിന്റെ സൗണ്ട് പ്രശ്നം വരും. വീണ്ടും ഒരു ചെറിയ രീതിയിലെങ്കിലും സൗണ്ട് പ്രശ്നം വന്നാൽ മൊത്തത്തിൽ പോകും. അതൊക്കെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പറ്റാത്ത. അല്ലെങ്കിൽ അറബി ലൈവ് കാണുവാണെങ്കിൽ
എന്റെ മിസ്റ്റേക്ക് അല്ലേ. ആഡിയോ റൂം എന്ന് പറഞ്ഞ ഒരു കൊണച്ച ഗുണ്ടന്മാര് വെച്ചിട്ടുണ്ട്. എന്റെ പ്രശ്നമല്ല. എന്റെ വണ്ടി നീയൊക്കെ കാണും. സീരിയസ്ലി അന്ന് എനിക്ക് മൈക്ക് പ്രശ്നമായി പോയി. നീയൊക്കെ കാണു കേട്ടാ. 10,000 രൂപ കഷ്ടപ്പെട്ട്, 10,000 കോയിൻ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്തേണോ ലാംബോ. ഒഫീഷ്യൽ റെഡ് ലാംബോ ചാറ്റ്, ഒഫീഷ്യൽ ചാറ്റ്. കാണു, നീ കാണു. ഉണ്ണയൊക്കെ വായിക്കൂടെ വരും. കണ്ട സൗണ്ട് ഉണ്ടല്ലേ, കണ്ടാ ഇത്ര കഷ്ടപ്പെട്ട്. 1 രൂപ ഞാൻ പൈസ കൊടുത്തെടുത്തിട്ടില്ല. മാസങ്ങളുള്ള അധ്വാനം. ഇതേ കണ്ട, ഇന്ന് 2 കംപ്ലീറ്റ് ആക്കി. ഇങ്ങനെ എടുത്തയാണ് എന്റെ ലാംബോ. ഇങ്ങനെ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്. അതാണ് ഈ ലാംബോ കയ്യിരിക്കണം ഇപ്പം. മനസ്സിലായില്ലേ? ഒരുത്തനും ഇല്ലാത്ത ആ ഒരു കൺസിസ്റ്റൻസി ഇതിന് ഞാൻ നേടി. ഇത്രേ ഉള്ളു. പൈസ കൊടുത്ത് ചിലവന്മാര് കഴപ്പുകാരനും എടുക്കും. മനസ്സിലായില്ലേ? ഞാൻ അത് അങ്ങനെ എടുക്കാൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്ത്. മനസ്സിലായി? എടാ പിന്നെ ഒരു കാര്യം എടാ കാണിച്ചു തരാമേ. എടാ അത് കാണിക്കാൻ പറ്റൂ. ഒരു കാര്യം ഉണ്ടായിരുന്നു, കാണിക്കാൻ പറ്റൂടാ. ഇത് നോക്കട്ടെ. ഒരു സെക്കൻഡ്, ഞാൻ സ്ട്രീം ഇപ്പൊ ഷീൽഡ് ഇട്ടോളൂ. ഇത് ബൈറ്റ് റൈറ്റ്, ഇതൊന്നും വേണ്ട. തൊടാനേ പേടിയാണ്. ഇല്ല, ഇന്ന് രാവിലെ ബൈറ്റ് റൈറ്റിന്റെ സീനായാണ് ലൈവ് നിന്ന് പോയ. വേണ്ട, ഒന്നും തൊടണ്ട. കാണിച്ചു തരാം. ഷീൽഡ് മോഡ് വന്നു. ഓക്കെ. സൗണ്ട് കേൾക്കാല്ലേ. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ? എന്റെ ഫോട്ടോ ഓക്കെ. അയ്യോ, ഒന്നും പോലെ. എന്താണിത്? ഊയ്യോ, ഇവിടെ പേര് കാണിക്കുമല്ലേ? വരാതി പേര് കാണിക്കണം. അപ്പൊ പേര് കാണിക്കും. അപ്പൊ അതിന് ഹൈഡ് ചെയ്യത്തില്ല. അവന്റെ മറ്റേ അടുത്ത പേര് കാണിക്കില്ല. അതുകൊണ്ട് പറ്റൂല. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എടുത്ത് എന്റെ ലാംബോയിൽ സംഭവം എടുത്ത് നമ്മളെ ഒഫീഷ്യൽ നമ്മളെ 4 പേരുള്ള ഒരു പയ്യന്മാർക്ക് ഗ്രൂപ്പ് ഇട്ട്. അപ്പൊ എല്ലായിടത്തും അന്തം വിട്ടു. ക്യാപ്റ്റനൊക്കെ അന്തം വിട്ട്. മനസ്സിലായില്ലേ? ക്യാപ്റ്റനൊക്കെ അന്തം വിട്ട്. അറബി ഓൾറെഡി ഇത് കണ്ടപ്പോ തന്നെ അറബിയിൽ അന്തം പോയി. അറബി അദ്മാതിരി അന്തം വിട്ട്. എന്നിട്ട് ക്യാപ്റ്റൻ ഏതാ ഒരു ഗെയിം, കുണ്ണ ഗെയിമിന്റെ ഏതാ ഒരു മോഡ് എടുത്ത് വെച്ചാൽ ഗെയിമില് ഒരു 5-6 ലാമ്പ് മറ്റേ മോഡ് ഉണ്ടല്ലോ, അത് വെച്ച് വാങ്ങിച്ചു വെച്ചു. മറ്റേ അൾട്ടിമേറ്റ് മണി, ഫുള്ള് മണിയുള്ള അത് വെച്ച് വാങ്ങിച്ചു വെച്ചിട്ട് അതിലെ ഫങ്കും കയറ്റിയിട്ട് ഗ്രൂപ്പ് എടുത്തിട്ടേക്കണം. മാസ് കാണിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അത് കാണിച്ചു തരാൻ പറ്റില്ല. അവന്റെ പേരവിടെ കിടപ്പുണ്ട്. പേര് ഒറിജിനൽ പേരുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഒക്കെ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം പിന്നെ മറ്റേ സംഭവം ഇത് കാണിച്ചു തരാം. മറ്റേ ഇപ്പൊ അത് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുമോ? ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണം. റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എന്റെ എടാ ഫോണേ. ഓക്കെ. സീനില്ല. എന്തോരാണ് ഇതൊന്നും. ഒരെണ്ണം കിട്ടിയിട്ടുണ്ടേ. ഇതാണ് ക്യാപ്റ്റൻ. പേരുണ്ട്. അവന്റെ പേരുണ്ട്. പേരുണ്ടാ, എനിക്ക് കാണിച്ചു തരത്തില്ല. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം. ഇട്ടിട്ടുണ്ടായിരുന്നപ്പോഴെന്ന് വെച്ചാ അവന്റെ ഇത് റിയാക്ഷൻ ഇതായിരുന്നേ. വാട്ട് ദ ഫക്ക് ബ്രോ, ഇറ്റ്സ് മെക്ലാറിൻ 720s. ഇതാണ് അവ ഇട്ട. മനസ്സിലായി? എന്നിട്ട് മറ്റേ തലയോട്ടിരുതും പിന്നെ മറ്റില്ല ഗ്രാഫ് ഉയരണം, അതും ഇട്ട. അറബി ഇട്ടെന്ന് വെച്ചാൽ നീ കാണിച്ചിട്ടില്ല. അവന്റെ പേരവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? നീ കാണിച്ചിരത്തില്ല. കാണിച്ചത് എല്ലാം ലീക്ക്. അറബിയിൽ ഓൾറെഡി അറബിയുടെ അക്കൗണ്ട് ലീക്കാണ്. അങ്ങനെ പയ്യന്മാർ ലീക്കാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ്. പിന്നെ അറബി ഇട്ടെന്ന് വെച്ചാൽ അറബി ഗ്രാഫ് ഡബിൾ എന്ന രീതിയിൽ അങ്ങ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിന് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അതാണ് അബദ്ധത്തിൽ കയറി വന്നാലേ ഇങ്ങനെ മാറ്റട്ടെ. ഓക്കെ, വന്നു. ഓക്കെ. എടാ ഇത് ഓക്കെ. വടാ കുണ്ണെ വടി കുണ്ണെ വട കുണ്ണെ ഓടി വടി ഓടാ വട കുണ്ണെ ഓടി വട കുണ്ണെ. അതാണ് വടി കേട്ടോ. നാക്ക് സ്ലിപ്പായിരുന്നു.
ഓക്കെ എടാ, ഞാൻ ഇത് എന്റെ ക്യാരക്ടറിന് ഡബ്ല്യൂ ആക്കിക്കൊണ്ട് വന്നു കേട്ടോ. പക്ഷെ ക്യാരക്ടർ ഇത്തിരി സീനായി കിടക്കണം. ഞാൻ ഇവന്മാർക്ക് മെയിലൊന്നും അയച്ചില്ല കണ്ട. ഇപ്പൊ ഇതാണ് താൽക്കാലിക ലുക്ക്. ഞാൻ ഇൻസ്റ്റേ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതാണ് താൽക്കാലിക. ഈ ഹെയറും ഈ ഒരു ഇതും തൊപ്പിയും ഇതൊക്കെ വെച്ച് അത്യാവശ്യം ഇതാണ് ഇപ്പൊ ലുക്ക് കേട്ടോ. താൽക്കാലിക ഡബ്ല്യൂ ലുക്ക് ഇതാണ്. ഇത് ലുക്ക് ഓക്കെ എല്ലൊന്നും അല്ലെന്ന് എനിക്കറിയാം. അത്യാവശ്യം ഡബ്ല്യൂ ഒക്കെ തന്നെ. നീ എന്ത് കുണ്ണറിഞ്ഞാലും പിന്നെ ഈ വണ്ടീനെ പറ്റി നമ്മൾ പറയണ്ടല്ലേ. ക്യാപ്റ്റൻ വന്നിരുന്ന് പ്രശംസിച്ചെന്നെ അപ്പോഴാണ് ഇത് എന്ത് ഡബിൾ. അന്ന് സത്യം പറഞ്ഞ അന്ന് എനിക്ക് വോയിസ് മൈക്ക് പ്രശ്നമായി പോയില്ല. നിങ്ങൾ അന്ന് ഞാൻ കുറെ കിടന്ന് വിളിച്ച് കൂവിയാ ലൈവിൽ അത്രയ്ക്ക് ഇതായിട്ട് റിസൾട്ട് വന്ന ദിവസേ അത്ര നമ്മൾ ജയിച്ച ദിവസം ഞാൻ വോയിസ് ഇത്തിരി പ്രശ്നമാണ്. വീഡിയോ കോളിൽ നേരിടാൻ പറ്റില്ല നമുക്ക്. സാധനം കണ്ട തീ സാധനം ഇതിലേ തീ സാധനം തീ സാധനം തീപ്പൊരിയാണ് വണ്ടി. ഇതാണ് കണ്ട സംഭവം കണ്ട. ഇതാണ് പയ്യെ നമ്മളെ ഒഫീഷ്യൽ പയ്യെ. ഇത് വണ്ടി ഇത്. എടാ എനിക്ക് അറബീനെ കേട്ടണമെന്നുണ്ട്. സീരിയസ്ലി ഞാൻ കള്ളം പറഞ്ഞല്ല. എനിക്ക് അറബീനെ ലൈവിൽ കേട്ടണമെന്നുണ്ട്. എന്നുവെച്ചാൽ അവൻ ഈ വണ്ടി ഓടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ എൻ്റെ അടുത്ത് ഈ ലാമ്പ് ഇടുന്ന റെഡ് ലാമ്പ് ഫിക്സർ അവൻ ടൈപ്പ് കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അവൻ ഈ വണ്ടി ഓടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ആഡിയോ റൂമിന്റെ പ്രശ്നമാണ്. അത് ഞാൻ അത് മാറ്റാനൊക്കെ ഒരുപാട് പോയ എനിക്ക് പേടിയാണ്. മൈക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ്. ഞാൻ അതിനെ പോകണമെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. റീജിയൻ ഇമ്പോർട്ടന്റ് ആണ്. ആ റീജിയൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ റീജിയൻ ഇങ്ങനെ വന്ന വാക്ക് നിൽക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് അറബി നീ ഇപ്പൊ ലൈവ് ആണോ കേട്ടോ. ഒഫീഷ്യൽ ലുക്ക് പ്ലസ് ഒഫീഷ്യൽ റെഡ് ആമ്പ് മുത്തേ ഡബ്ല്യു സാധനം ചാറ്റെ തുറന്ന് കേറുന്ന ആനിമേഷനെ കണ്ടാ മുത്തേ. പേടിച്ചിടിച്ച് എല്ലിടല്ലേ. സീരിയസ് ഞാൻ കള്ളം പറഞ്ഞ ഇത് എല്ലിനുള്ള ഡബ്ല്യൂക്കുള്ള വകയാണ്. നമ്മള് കഷ്ടപ്പെട്ടും കൂടെ എടുത്തേ മനസ്സിലായി. കഷ്ടപ്പെട്ടുകൂടെ എടുത്തേ അതുകൊണ്ട് അതിന്റെ എഴുതുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ഹാർഡ് വർക്ക് മനസ്സിലായി. അറബി അവന്റെ ഡ്രീം കാർന്ന് പറഞ്ഞ് രണ്ടെണ്ണം കൊണ്ടുവന്നു. പക്ഷെ അതിന്റെയൊക്കെ തന്തയാണ് ഇത്. മനസ്സിലായില്ല. അതിന്റെയൊക്കെ തന്തയാണ് ഈ കാർ. ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് ലൈവ് പറഞ്ഞായിരുന്നു. കേട്ടവർക്ക് അറിയാം. അയ്യ ഞാൻ എന്റെ ഡ്രീം കാറും കൊണ്ട് വാരി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അത് മറന്നില്ല. അറബി അത് മറന്നാലും റെഡ് ബോക്സ് അങ്ങനെ മറക്കൂല ചാറ്റേ. ഞാൻ മറക്കൂല. ഓ ഇവിടെ മുത്തി അത് കണ്ട ഈ സാധനം ഉണ്ടല്ലോ. എനിക്ക് എന്താണിത്. എടാ നിങ്ങൾ കണ്ട ഈ സാധനം കണ്ട ഒരു കമ്പി വരി എന്തിനാ അതിന്റെ മോളിൽ കൂടെ ജമ്പ് ചെയ്ത് വന്നടാ ഈ വണ്ടി. അതായത് എടാ അത് എടാ അത് ഞാൻ ഇടാ. ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. എടാ അത് സംഭവം സെറ്റേ. എടാ ഡബ്ല്യൂടാ. അതിന്റെ മോളിൽ കൂടെ അഭിചാരിതമായിട്ട് ഇങ്ങനെ കേറി പെട്ടെന്ന് എന്താന്നിതില്ല. ലാംബോ പവറോ ലാംബോ വണ്ടിയുടെ പവർ കണ്ട. ലാംബോ വണ്ടിയുടെ വെഹിക്കിളിന്റെ പവർ കണ്ടത്തെ ലാഗ് തുടങ്ങി. എടാ ഇറങ്ങാറ ഇതിന് ലാഗിന്റെ മേളം ഒരിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അതിന് അടുത്ത എടാ മിനി മിലിറ്റിന് കയറണം. പക്ഷെ ഷാഡോ പറ്റി നമുക്ക് ഇത് അടിക്കണോ? എനിക്ക് അവളെ ഇന്ന് അടിച്ചാലാ ഏഞ്ചലിനെ ഓക്കെ അവളെ അടിക്കാം. എടാ അവളെ എനിക്ക് അടിക്കണം. ഞാൻ അവളെ അടിക്കാം. അവളെ അടിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ കയറ്റി ഏകദേശം കയറ്റി പവറൊക്കെ. ഞാൻ വിചാരിച്ചു കുറെ ടൈമായി കാണുന്നതാണ്. 40 മിനിറ്റ് ആയോടാ ചേട്ടേ. 40 മിനിറ്റാടാ. 1 മണിക്കൂർ 50 മിനിറ്റ് എങ്കിലും ആയി കാണുന്ന വിചാരിച്ചത്. 40 മിനിറ്റ്. ഓക്കെ അവിടെ ഇത് ലോഡ് ആവണം പ്ലീസ്. അന്ന് ലോഡ് ആവുന്ന ഇത്തിരി എന്താണ് ഇതല്ലേ. അവിടെ ഇതിന്റെ മറ്റേ സാധനം അല്ല അത് ഓഫായി ഇല്ല. പരസ്യം പറഞ്ഞ സാധനം ഇല്ലാത്ത ഓണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓഫാക്കി പരസ്യം പറഞ്ഞ സംഭവം ഓഫാക്കി ഇട്ടാണ്. അപ്പൊ ഇനി പരസ്യം വരൂലേ.
ഇടത്തിൽ ഓടാൻ സമയം എടുക്കട്ടെ, വെയിറ്റ് ആക്കി മുത്തേ അവളെ ഞാൻ അടിക്കും. അയ്യോ, അവർ 10,000 കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. 10,000 അവളടിക്ക് 8,000 ഉണ്ടാവും മതി. 10,000 ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവളെ അടിച്ച്, എടാ അവളെ ഞാൻ അടിച്ച്. എടാ കഴിഞ്ഞ ലൈവ് ഞാൻ അടിച്ച അവളെ. അയ്യോ ഞാൻ മറന്നുപോയി. രണ്ടമ്പി എന്തിരിക്കുന്നു. എടാ അവളെ ഞാൻ അടിച്ച്. അവക്ക് ശേഷം ഏതാ ബോസ് പോലെ കാണിച്ച്. അന്ന് ലൈവ് പെട്ടെന്ന് ഷാഡോ ഫൈറ്റ് കളിച്ചിരുന്നപ്പോൾ ഷാഡോ ഫൈറ്റ് സെർവർ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോയി, അങ്ങനെ ഇറങ്ങിപ്പോയി. എന്നിട്ടാണ് അക്നേറ്റർ കളിച്ചത്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഇപ്പോഴാണ് ഓർമ്മ. ഇപ്പോഴാണ് അത് ഓർത്തില്ലായിരുന്നു ഞാൻ. ഇങ്ങനെ മനസ്സിലായില്ലേ. അവളടിച്ചപ്പോ ഇനി കേറണം. ആരും നോക്കട്ടെ കേട്ടാ. എനിക്ക് ഇതിന്റെ അകത്ത് ഒരുത്തിനടുത്ത് മാത്രം റെസ്പെക്ട് ഉള്ള ഷിയാങ്സു, മറ്റേ ഗാലന്റെ ശിഷ്യനാണ് അവൻ. ഡബിൾ ബ്രോ. അവനെന്ന് വെച്ചാ ടെക്നിക്കലി 2 ഗുഡ് ചാറ്റ്. അവന്റെ ടെക്നിക് ഉണ്ട്, ഫൈറ്റിംഗ് ടെക്നിക്ക് ഡബ്ല്യൂ. അവൻ ഡബ്ല്യൂ. റെസ്പെക്ട്. അവനെ വെച്ച് ഒന്നുകൂടെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഈസിയാണ് പോയി നോക്കാം. മറ്റോളം അടിച്ച് അതിന് ശേഷം അവളെ തന്നെ വീണ്ടും അടിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കടാ. എന്തായാലും പവർ ഉണ്ട്, കയറി പൊട്ടിച്ചിട്ട് ഒന്ന് വരാം. സൗണ്ടൊക്കെ ഷാഡോ മാസ്റ്ററുടെ ഇവളെ ഞാൻ അടിച്ചാണ് അന്ന്. നെറ്റ്വർക്ക് ഷോ കൂട്ടി കാണില്ല. എനിക്ക് അടിക്കാൻ സീനില്ല. അടിക്കാൻ അവളെ. ഇവിടെ ഇതാണ് ഇത്രയും വലിയ പവർ. എനിക്ക് ഇതാകുമ്പോൾ ഡിഫൻസ് ചെയ്യാൻ പാടാണ്. നമുക്ക് മനസ്സിലായില്ലേ. പവറുകൊണ്ടാണ് പിടിച്ചത്. അടിക്കാനൊക്കെ കളി പിടിക്കട്ടെ. എന്തോ ഈ വാള് ഈ വാളൊക്കെ ഉപയോഗിക്കാൻ പാടും. തിരി ഒരു റൗണ്ട് എടുത്ത് 2 റൗണ്ട് എടുക്കും. ബോസ് അല്ലേ 2 റൗണ്ട്. അപ്പൊ അടുത്ത ചാപ്റ്റർ, ന്യൂ ചാപ്റ്റർ ചാറ്റ്. അടുത്തേനുണ്ട് ഷാഡോ. അടുത്തേനുണ്ട് എന്നെ എത്ര അടിച്ചാണ് ഇപ്പൊ കിട്ടണ തിരിച്ച്. ഷാഡോ എനർജി അങ്ങ് എടുക്കാം. അടുത്ത ചാപ്റ്റർ. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. നീ എനിക്ക് പറഞ്ഞു തരണ്ട, എനിക്കറിയാം യു ക്യാൻ ഡു ഇറ്റ് എന്നാ. ഇത്രയും വന്നതിന് ശേഷം തോന്നണോ ഇവിടെ വാളിനിടയ്ക്ക് എന്തിനാ പവറിന്റെ സാധനം കാണിച്ചായിരുന്നു. അതിതാണ് എന്റെ പൊന്നെ ഡബ്ല്യു. ഓ പുതിയ ഇപ്പോഴാണ് കാണണേ. സീരിയസ്ലി ബ്രോ. ഡബ്ല്യു ബ്രോ. ലെവൽ 16 മാർക്കസ് വന്ന്. അതായത് there is a legal legend about virgin hero deed. He saved us from the scourge and rescued Tin Princess. Okay, ആയിക്കോട്ടെ. Big sister became our queen. We start following the heroes to clear the world of shadows. നമ്മള് ഷാഡോ ആണല്ല. The little sister got ill and passed away, but Shadow was near her in her last night. Moria, are you my queen? അപ്പൊ മറ്റേ പെങ്കൊച്ച് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഇവിടെ രക്ഷിച്ചോണ്ടെന്ന് വെച്ചു. അപ്പൊ അവള് പ്രിൻസസ് ആയിരുന്ന. ഇവന്റെ രാജ്യത്തെ രാജകുമാരി. Queen maybe. Now I am free and I will show Shadow again. We are heading home to the north. Okay, north bro. North. New chapter brother. New chapter. കൊള്ളാം കേട്ടോ, സംഭവം ഇൻട്രസ്റ്റിങ്. നോക്കാം. എന്തായാലും അവൾ അടിച്ചിട്ടല്ലേ. എന്താണ്ടാ ലോഡ് ആവണം. ഇത് CPM ഒക്കെ ലോഡാവിച്ച് ടൈം എടുക്കും. CPM ടൈം എടുക്കും കേട്ടോ. CPM കൂടെ നമ്മളെ വലിപ്പിക്കിട്ട് എന്താണ് അന്നൊക്കെ വൈഫൈയുടെ പ്രശ്നം കൊണ്ടാണ് ഇല്ലേ നമ്മളെ അന്ന് അടിച്ചിട്ട്. ന്യൂ ചാപ്റ്റർ ചാറ്റ്. ന്യൂ ചാപ്റ്റർ 6 അല്ലേ? ചാപ്റ്റർ 6. ചാപ്റ്റർ 6 ചാറ്റ്. ചാപ്റ്റർ 6 ന്യൂ ചാപ്റ്റർ. നോക്കാം. ഷാഡോസ് ട്രേസ് സ്റ്റോപ്സ്. എടാ കേറി വരല്ലേ. ഷാഡോസ് ട്രേസ് സ്റ്റോപ്സ് ഇൻ ദ നോർത്ത് ഹോംലാൻഡ്. ഇത് വന്ന് അടയ്ക്കാണ്ട് ഇന്നേരം വായിക്കാൻ പറ്റില്ല. മാസ്റ്റർ ഒക്കാട ഇവൻ ഈ പക്ക അവിടെ പൂറി. ഇവനെ എനിക്കറിയാം. മറ്റേ കഴിഞ്ഞ ഇതിൽ വന്ന് ഇത്തിരി ഇതാക്കിയാണ്.
കൊണമറിഞ്ഞാണ് അടി കിട്ടിയപ്പം വണ്ടി താത്തി. വി ഹാവ് അറൈവ്ഡ് ഡോണ്ട് നോ വാട്ട് ടു സേ. നീ ഒന്ന് പറയണം, നീ ഒന്ന് പോടെ, മനസ്സിലായില്ലേ? ക്യാപ്റ്റൻ ബാങ്ക് ഇവൻ ഇത്തിരി വില്ലന്റെ സൈഡാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവൻ എന്നെ സംശയം ചെയ്യണം, നമ്മളെ നല്ലവനല്ലേ, പക്ഷെ ഇവൻ ഇത്തി വില്ലനാണ് എനിക്ക് സംശയമുണ്ട്. മാസ്റ്റർ ഒക്കാട് അവനുമായിട്ട് കൂടിയാ മതി, നീ തീർന്നു. അവിടെ നിന്റെ രാജകുമാരി കിട്ടിയില്ലടേ മാർക്കസെ, ഒന്ന് പോടെ വയ്യ വൈ ബ്രോ. എടാ ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ ഹാർട്ട് ഓഫ്. എടാ വായിക്കാൻ പറ്റിയില്ല. എടാ ഈ സാധനം ഇത് കേറി വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ആക്കി. ഷാഡോ മൈൻഡ്. ഐ വാസന്റ് ഷുവർ വി meet face to face, but if you see me at last, then it means our fusion has begun. ബോഡി ഇറക്കി ബോഡേ. ഷാഡോ മൈൻഡ്. യു ഫീൽ കൺഫ്യൂഷൻ ആൻഡ് ഡിസീഡ്. നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ, ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. നീ ഇങ്ങോട്ട് വന്നൊന്നും ആക്കായിരുന്നാ മതി, മനസ്സിലായില്ലേ? കൺഫ്യൂസ് ഉണ്ടാക്കാൻ വന്നേക്കാണ് വരാതി. ഫീവർ. ഓ അടാ അടുത്ത ചാപ്റ്റർ പുതിയ ലൈവ് ഇട്ട് കളിക്കാം അല്ലേ? അടുത്ത ലൈവ് ഇട്ട് കളിക്കാം, പുതിയ ലൈവ് അടുത്ത ലൈവിൽ കളിക്കാൻ വയ്യടാ ഇത് സീരിയസ്ലി. ഇവിടെ ഇറങ്ങട്ടെ. എടാ അപ്പൊ ആ ചാപ്റ്റർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്, പുതിയ ചാപ്റ്റർ കയറിയിട്ടുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ അടുത്ത ലൈവിൽ കളിക്കുന്നതായിരിക്കും. ഫീവർ അടുത്ത അടുത്ത ലൈവിൽ കളിക്കും. ഓക്കെ, ഇത് എന്തിനാ സാധനം കിട്ടി? ക്ലെയിം ചെയ്യാൻ പോവാം. എന്തിനാ കിട്ടി ചാറ്റ്? ഹെൽമെറ്റ് എന്തൊക്കെ താക്കോൽ ഇട്ട് ലെജൻഡറി താക്കോൽ. എപ്പിക് ആണ്, ലെജൻഡറി അല്ല. എടാ ഇത് മാറ്റിയാ, ഇത് ഡബ്ല്യു ലുക്ക് അല്ലേടാ, സീരിയസ്ലി WL ചാറ്റ്, ഇത് W ലുക്കാണ്, എനിക്ക് ഇഷ്ടമാണ്. പവറൊക്കെ പിന്നെ ലുക്ക് നൈസാണ്. അത്ര അത്യാവശ്യം വരെ നമുക്ക് നോക്കാന്ന് വെച്ചാൽ. എടാ NBA ഗെയിം ഞാൻ എടുത്ത്, മനസ്സിലായില്ലേ? NBA ഗെയിം എടുത്ത് അത് അപ്ഡേറ്റ് എന്തെങ്കിലും വന്നൊക്കെ കേട്ടോ. അപ്ഡേറ്റ് വന്നാ എന്തായാലും അത് നീ കളിക്കാൻ കേട്ടോ. സത്യം എന്റെ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ തീയാണ്. ഒരു മൊബൈൽ ഗെയിം ഇത്രയും ഗ്രാഫിക്സ് ഈ ഗെയിം NBA എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ അറിയാവും, മനസ്സിലായില്ലേ? അല്ലാതെ NBA പോലൊരു ഗെയിം ഞാൻ കളിച്ചു നോക്കിയപ്പം അതിന്റെ ആ ഗ്രാഫിക്സ് കാരണം മാത്രമാണ് ഞാൻ ഇട്ടേക്കണം. അവിടെ ടെക്സ്റ്ററൊക്കെ ഒരുമാതിരിപ്പെട്ട ടെക്സ്റ്റാണ്, എന്തൊരുമാതിരി ഗ്രാഫിക്സ് ഉള്ള ഗെയിംസിന്റെ ടെക്സ്റ്ററാണ്. പക്ഷെ ആ ഒരു ഗെയിം അകത്തോട്ട് പോകുമ്പോൾ അത് അതിന്റെ ഗ്രാഫ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടേക്കണം. 26 ഇറങ്ങുന്നത്. ഞാൻ പീസ് എടുക്കാൻ ഗെയിം ഇട്ട് കളിക്കാം. വിനിയ വിളിച്ച മുത്തേന്റെ അകത്ത് ഒരു കാലത്ത് നമ്മളൊക്കെ പെരിയ ആളുകളായിരുന്നു. അയ്യോ